ജന്മനാടിനു വേണ്ടി ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ ചാവേർ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാന്മാരെ ഹൃദയവേദനയോടെ സ്മരിച്ചുകൊണ്ട് ഇത്തവണത്തെ വീഡിയോ ആരംഭിക്കട്ടെ. 2 നൂറ്റാണ്ടിലധികം ദക്ഷിണേന്ത്യയിൽ ആധിപത്യം പുലർത്തിയിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഓരോ കോണുകളും എന്നെ ആശ്ചര്യചകിതനാക്കി. കർണാടക സംസ്ഥാനം. കർണാടകയിലൂടെ യാത്ര ആരംഭിക്കുമ്പോൾ എനിക്ക് നല്ലപോലെ അറിയാവുന്ന 2 ഇടങ്ങൾ മാത്രം, ബാംഗ്ലൂരും മൈസൂരും. എന്നാൽ യാത്ര ആരംഭിച്ചു തുടങ്ങിയപ്പോൾ ഒരു സംസ്ഥാനം പല ലോകം എന്ന പ്രസിദ്ധ വാചകം മറനീക്കി കടന്നു വരികയായിരുന്നു. സെന്റ് മേരീസ് ഐലൻഡ്, ഗോകർണം, ബേലൂർ ഹലിബേഡു, ശ്രാവണബലഗോള തുടങ്ങിയ ഹൃദയത്തിൽ നിന്നും പറിച്ചു നീക്കാവാനാത്ത ഇടങ്ങൾ. പിന്നെ വാസ്തുശില്പങ്ങളാൽ പുകൾപ്പെട്ട ബദാമിയും പട്ടടക്കലും, മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത യാന കേവ്സും അഗഡിത്തോട്ടയും എല്ലാം മധുരസ്മരണകൾ എന്നിലുണർത്തുന്നു. ഇതെൻ്റെ ഹംപിയെക്കുറിച്ചുള്ള അവസാനത്തെ എപ്പിസോഡാണ്. കർണാടകയിലൂടെയുള്ള അവസാനത്തെ യാത്രയും. കർണാടകത്തോട് വിട പറയുന്നു. ജീവൻ നിലനിൽക്കുന്നുവെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് സുന്ദരിയായ ഹംപി, നിന്നെ നന്നായി അടുത്തറിയാൻ ഒരിക്കൽ കൂടി ഞാൻ വരും. നിന്നെ കണ്ടു മതിയായില്ല. തമിഴ്നാടും കർണാടകയും പിന്നിട്ട് ഇനി എൻ്റെ യാത്ര ഗോവൻ സംസ്ഥാനത്തിലൂടെയാണ്. പലരും ചോദിക്കാറുണ്ട്, 1-2 മാസം കൊണ്ട് തീർക്കാവുന്നതല്ലേയുള്ളൂ ഈ സ്ഥലങ്ങളൊക്കെ എന്ന്. സന്ദർശിക്കുന്ന ഓരോ ഇടത്തിൻ്റെയും ഭൗതികവും ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ കാര്യങ്ങളെ അഗാധമായി മനസ്സിലാക്കി ആസ്വദിച്ചു വേണം കടന്നുപോകാൻ എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഇതെനിക്ക് കാശുണ്ടാക്കാനുള്ള വഴിയല്ല, ഇതൊരു ആസ്വാദനമാണ്. എൻ്റെ ഹൃദയത്തെയും ബുദ്ധിയെയും ഒരുപോലെ ആസ്വദിപ്പിക്കാനുള്ള ശ്രമം. അതിൽ ഞാൻ പൂർണ്ണമായും വിജയിച്ചു കഴിഞ്ഞിരിക്കും. ഒരു ഗൈഡിൻ്റെ സഹായമില്ലാതെ വളരെ നന്നായി 2 ദിവസത്തിനുള്ളിൽ ഹംപി സന്ദർശിക്കാനുള്ള വഴികളുടെ 4ാം ഭാഗം, എപ്പിസോഡ് 4. 2ാം ദിനം ഉച്ചതിരിഞ്ഞ് ഹംപിയിലൂടെയുള്ള അവസാനത്തെ വീഡിയോ. ആദ്യ ദിനം മുഴുവനും 2ാം ദിനം മോർണിംഗ് പോർഷനും സന്ദർശിച്ച പ്രധാന 25 ഇടങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി എപ്പിസോഡ് 1, 2, 3യിൽ പറഞ്ഞു കഴിഞ്ഞു. 2ാം ദിനം ഉച്ചതിരിഞ്ഞ് റോയൽ സെൻറ്റേഴ്സ് ആണ് സന്ദർശിച്ചത്. റോയൽ സെൻറ്റേഴ്സിലെ പ്രധാന ഇടങ്ങൾ: എലിഫന്റ് സ്റ്റേബിൾ, ഗാർഡ് ക്വാർട്ടേഴ്സ്, വാച്ച് ടവർ, ലോട്ടസ് മഹൽ, ബേസ്മെൻറ്റ് ഓഫ് ക്യൂൻസ് പാലസ്, ആർക്കിയോളജിക്കൽ മ്യൂസിയം അറ്റ് കമലാപുര, അസാര രാമ ടെമ്പിൾ, കിങ്സ് സീക്രട്ട് ചാമ്പർ, സ്റ്റെപ്ഡ് പുഷ്കരണി, അക്വഡക്ട്സ്, മഹാനവമി ഡിബ്ബ, ക്യൂൻസ് ബാത്ത്. ഹംപിയിൽ നിന്നും ഹോസ്പേട്ടിൽ നിന്നും ബസ് കയറി കമലാപുരയിൽ എത്തിച്ചേരാം. ഈ റോയൽ എൻക്ലോഷർ മാത്രമാണ് ഹംപി നഗരത്തിൽ നിന്നും അല്പം മാറി നിലകൊള്ളുന്നത്. ബസ് വഴി കമലാപുരയിൽ വന്നിറങ്ങിയാൽ റോയൽ സെൻറ്റേഴ്സ് ഉൾപ്പെട്ടിട്ടുള്ള സെനാന എൻക്ലോഷറിന് അടുത്തെത്തിച്ചേരാൻ അല്പം നടക്കണം. അല്ലെങ്കിൽ കമലാപുരയിൽ നിന്നും ഓട്ടോ വിളിക്കാം. 2ാം ദിനം രാവിലെ വിറ്റ്ല ടെമ്പിളിൽ കയറാൻ എടുത്ത അതേ ടിക്കറ്റ് ഉപയോഗിച്ച് അന്നേ ദിവസം ഇവിടെയും പ്രവേശിക്കാം. പ്രത്യേകമായി വേറെ ടിക്കറ്റ് എടുക്കേണ്ടതില്ല. സെനാന എൻക്ലോഷറും മറ്റും ഒരു വലിയ മതിൽക്കെട്ടിനകത്താണ് നിലകൊള്ളുന്നത്. ആദ്യം എലിഫന്റ് സ്റ്റേബിൾ, അതായത് ആനപ്പന്തിയിൽ നിന്ന് തുടങ്ങാം. എലിഫന്റ് സ്റ്റേബിൾ റോയൽ എലിഫൻസിനെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച കെട്ടിടം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിനിടയാക്കിയ ആക്രമണങ്ങളിൽ വലിയ പരുക്കുകൾ ഏൽക്കാത്ത കെട്ടിടം. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പ്രവേശന സമയം. ഈ കെട്ടിടത്തിന് 11 ചാമ്പേഴ്സുകളാണുള്ളത്.
താഴികക്കുടങ്ങൾ, ആർച്ചുകൾ, താമ്രമണികൾ എന്നിവ ഇന്തോ ഇസ്ലാമിക് രൂപകൽപ്പനയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗാർഡ് ക്വാർട്ടേഴ്സ്. പേര് പോലെ തന്നെ ആനപ്പന്തിയിലെ സേവകർക്കും മറ്റും താമസത്തിനായി ഒരുക്കിയിരിക്കുന്ന കെട്ടിടം. കെട്ടിടത്തിൻ്റെ സന്ദർശന സമയം വൈകിട്ട് 5:30 വരെ ഉണ്ടെങ്കിലും സെക്യൂരിറ്റി ഗാർഡ്സ് 5 മണിയാകുമ്പോഴേക്കും പൂട്ടി തുടങ്ങും. ഞങ്ങൾ കണ്ട് പുറത്തിറങ്ങിയ ഉടനെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ഗേറ്റിന് താഴെയിട്ടു. ഞങ്ങൾക്ക് ശേഷം സന്ദർശനത്തിനായി വന്ന ആളുകൾ ക്വാർട്ടേഴ്സിൽ കയറാനാവാതെ നിശബ്ദരായി മടങ്ങുന്നത് കണ്ടപ്പോൾ അല്പം ഈർഷ്യം തോന്നി. ഈ വിഷയത്തിൽ അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. വാച്ച് ടവർ. മതിൽക്കെട്ടിന് 4 ഭാഗത്തും ഉയരത്തിൽ സ്ഥാപിച്ച നിരീക്ഷണ കെട്ടിടങ്ങൾ. യുദ്ധത്തിൽ പരിശീലനം നേടിയ സ്ത്രീകളായിരുന്നുവത്രേ ഈ വാച്ച് ടവറുകളുടെ കാവൽക്കാർ. ലോട്ടസ് മഹൽ. 4 ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേപോലെ തോന്നിപ്പിക്കുന്ന അത്യപൂർവമായ കെട്ടിടം. ലോട്ടസ് മഹൽ അഥവാ കമൽ മഹൽ. വിടർന്ന താമരപ്പൂവിൻ്റെ രൂപത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വന്ന പേര്. കോഴിമുട്ടയും ചുണ്ണാമ്പും മണ്ണും ചേർന്ന് ഭിത്തിയിൽ തേച്ചു പിടിപ്പിച്ചിരിക്കുന്ന ഈ കെട്ടിടം വലിയ കേടുപാടൊന്നും കൂടാതെ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ ഭിത്തിയിൽ ചില അടയാളങ്ങൾ നമുക്ക് ദൃശ്യമാണ്. ഭിത്തിയിൽ പതിച്ചിരിക്കുന്ന വിലപിടിച്ച രത്നക്കല്ലുകൾ അടർത്തി മാറ്റിയ അടയാളങ്ങൾ. വാസ്തുശില്പകലയിൽ ഇന്നും ഒരു അത്ഭുതം തന്നെയാണ് ഈ 2 നില കെട്ടിടം. ഇതിൻ്റെ മുകൾ നിലയിലായിരുന്നു രാജ്ഞി വിശ്രമിച്ചിരുന്നത്. മുൻപ് മഹലിൻ്റെ മുകൾ നിലയിലേക്ക് സന്ദർശകർക്ക് അനുമതിയുണ്ടായിരുന്നു. പക്ഷേ പലരും സ്വന്തം പേര് ഭിത്തിയിൽ എഴുതി വയ്ക്കാൻ തുടങ്ങിയതോടെ 2005 മുതൽ ഇവിടേക്കുള്ള പ്രവേശനം നിഷിദ്ധമാണ്. ബേസ്മെന്റ് ഓഫ് ക്യൂൻസ് പാലസ്. ഇന്ന് രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ അടിത്തറ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുമാത്രമേ നമുക്ക് ദൃശ്യമാകൂ. ആർക്കിയോളജിക്കൽ മ്യൂസിയം അറ്റ് കമലാപുര. ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കമലാപുരയിലെ മ്യൂസിയം. ജനാന എൻക്ലോഷറിൽ നിന്നും പുറത്തിറങ്ങിയാൽ സമീപത്ത് തന്നെ ദൃശ്യമാകും. 1972 ഈ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ക്യാമറ അനുവദനീയമല്ല. ഹംപിയുടെ നഷ്ടപ്രതാപത്തിൻ്റെ സൗന്ദര്യം എത്ര ശക്തമായിരുന്നുവെന്ന് നമ്മെ അതിശയിപ്പിക്കുന്ന ഇടം. വെള്ളിയാഴ്ചയും മറ്റു ദേശീയ അവധി ദിനങ്ങളും ഒഴികെ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഇവിടെ സന്ദർശിക്കാം. ഹസാര രാമ ടെമ്പിൾ. ഹംപിയിലെ ഒരു സുപ്രധാനമായ ക്ഷേത്രം. കൊച്ചു ശില്പങ്ങളിലൂടെ ഇതിഹാസമായ രാമായണത്തിൻ്റെ കഥ പറയുന്ന ക്ഷേത്രം. 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര രാജാവായ ദേവരായ രണ്ടാമനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ രാമായണ കഥകൾ കൊത്തിവെച്ചിരിക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ്. വിജയനഗര രാജാക്കന്മാരുടെ ശില്പചാതുര്യതയ്ക്ക് വലിയൊരു ഉദാഹരണമാണ് ഹസാര രാമ ടെമ്പിൾ. കിങ്സ് സീക്രട്ട് ചാമ്പർ. പ്രശസ്ത മഹാനവമി ഡിബ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷന് സമീപമുള്ള ഭൂഗർഭ അറ. രഹസ്യമായ ചർച്ചകൾ നടന്നു പോന്നിരുന്ന മുറി. മന്ത്രിമാരും ചാരന്മാരും മറ്റും രഹസ്യാത്മകമായി കൂടിച്ചേർന്നിരുന്ന ഇടമായിരിക്കണം. ചില ഭാഗങ്ങളിൽ സീലിംഗ് തകർന്നിട്ടുണ്ട്. താഴേക്ക് പടികളിറങ്ങി ഒരു ഇടുങ്ങിയ ഇരുണ്ട ഇടനാഴിയിലൂടെ റൂമിനകത്ത് എത്തിച്ചേരാം. സ്റ്റെപ്ഡ് പുഷ്കരണി. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള പുണ്യജല സംഭരണികളാണ് ഹംപിയിലെ പുഷ്കരണികൾ. ഹംപിയിലെ റോയൽ എൻക്ലോഷറിന് അടുത്തുള്ള പുഷ്കരണി സ്റ്റെപ്ഡ് പുഷ്കരണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് റോയൽ എൻക്ലോഷറിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ്. വിജയനഗര കാലഘട്ടത്തിലെ തൊഴിലാളികളുടെ വാസ്തുവിദ്യാ സമ്പന്നത വെളിപ്പെടുത്തുന്ന കുളം. ഈ പുഷ്കരണി സ്റ്റെപ്സിൻ്റെ സിമിട്രിക്കൽ ലേഔട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
അക്വഡക്ട്സ് അഥവാ കനാലുകൾ. ഹംപിയിലെ ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും മറ്റു ജനവാസ കേന്ദ്രങ്ങളിലേക്കുമെല്ലാം ജലവിതരണം നടത്തിയിരുന്നത് കല്ലുകൊണ്ട് നിർമ്മിച്ച കനാലുകളിലൂടെയായിരുന്നു. ജലത്തെ ഒഴുക്കിവിട്ട് ഹംപിയുടെ ആവശ്യമുള്ള ഓരോ കോണിലും ജലത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരുന്നു. മോഡേൺ ആർക്കിടെക്ചറിനും ടൂറിസ്റ്റുകളും ഒരുപോലെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന നിർമ്മിതിയാണിത്. മഹാനവമി ഡിബ്ബ അഥവാ ദസറ ഡിബ്ബ. ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന കെട്ടിടം. ദൂരെ നിന്ന് കാണുമ്പോൾ ചതുരാകൃതിയിലുള്ള സ്റ്റേജ് പോലെ തോന്നിപ്പിക്കും. പക്ഷേ സമീപമെത്തുമ്പോഴാണ് 3 പാളികളായുള്ള സ്ട്രക്ചറാണെന്ന് മനസ്സിലാവുക. മുകളിലെത്താൻ പ്രധാനമായും 2 പടികളാണുള്ളത്. മുൻവശത്തു കൂടിയുള്ള പടികൾക്ക് ഇരുവശവും ആനയെയും കുതിരയെയുമൊക്കെ ശില്പങ്ങൾ ഉപയോഗിച്ച് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ച മനോഹരമാണ്. ഏറ്റവും മുകളിൽ കയറിയാൽ നിരപ്പായ തറയാണ്. ചുറ്റുപാടുമുള്ള കാഴ്ചയല്ലാതെ മറ്റൊന്നും കാണാനില്ല. ഡിബ്ബയുടെ പുറകുവശത്ത് 2 ഭാഗത്തു കൂടിയും പ്രവേശിക്കാവുന്ന തരത്തിലുള്ള പടികൾ കാണാം. കൃഷ്ണദേവരായരാണ് ഈ ഡിബ്ബ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നു. ആർമി മാർച്ച് പാസ്റ്റ്, വാർ ഗെയിംസ്, വാട്ടർ സ്പോർട്സ്, റോയൽ ആനിമൽസിൻ്റെ പ്രദർശനങ്ങൾ, സംഗീത വിരുന്നുകൾ. പ്രധാനമായും നവരാത്രിയിലെ സംഗീത വിരുന്നുകളെല്ലാം രാജാവ് മഹാനവമി ഡിബ്ബയിൽ ഇരുന്നാണ് ആസ്വദിച്ചിരുന്നത്. സൺറൈസ് മുതൽ സൺസെറ്റ് വരെ ഏത് സമയത്തും ഇവിടെ സന്ദർശിക്കാം. മഹാനവമിക്ക് മുകളിൽ നിന്നാണ് ഞാൻ സൺസെറ്റ് ആസ്വദിച്ചത്. ക്യൂൻസ് ബാത്ത്. വിജയനഗര സാമ്രാജ്യകാലത്തെ അത്യപൂർവമായ ഘടന. ഹംപിയിലെ റോയൽ എൻക്ലോഷർ ആരംഭിക്കുന്ന പ്രവേശ കവാടത്തിന് സമീപമാണ് ക്യൂൻസ് ബാത്ത്. നിങ്ങൾ കമലാപുരയിലെത്തിയാൽ ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അവസാനമായിരിക്കും ഇവിടെ സന്ദർശിക്കുന്നത്. കൃഷ്ണദേവരായരുടെ സഹോദരൻ അച്യുദേവരായരാണ് ഈ ക്യൂൻസ് ബാത്ത് നിർമ്മിച്ചത്. ക്യൂൻസ് ബാത്ത് പേര് പോലെ തന്നെ രാജ്ഞിക്ക് കുളിക്കാനായി നിർമ്മിച്ച രാജകീയ കുളം. ഇന്തോ ഇസ്ലാമിക് രീതിയിലുള്ള വാസ്തുവിദ്യ. ചതുരാകൃതിയിലുള്ള കെട്ടിടം. കെട്ടിടത്തിന് നടുവിലായി വലിയൊരു കുളം. ഈ കുളത്തിന് ചുറ്റുമായി മനോഹരമായ കമാനാകൃതിയിലുള്ള വാതിലുകളും ബാൽക്കണികളും തൂണുകളുമെല്ലാം കാണാം. ഈ കുളത്തിലേക്ക് ജലം എത്തിക്കുന്നതിനും തിരികെ അഴുക്കുജലം ഒഴുക്കി വിടുന്നതിനുമുള്ള സാങ്കേതികതയോട് കൂടിയ വ്യത്യസ്തമായ കെട്ടിടം. ഹംപിയിൽ നമ്മളിന്ന് കാണുന്ന ഈ സ്മാരകങ്ങളെല്ലാം കേടുപാട് തീർത്ത് പുതുക്കി പണിയാൻ അധികൃതർ പരിശ്രമം നടത്തി. അനശ്വരനായ കന്നഡ നോവലിസ്റ്റും സാംസ്കാരിക നായകനുമായ ശ്രീ ശിവരാമ കാരന്ത് ഇതിനെ എതിർത്തു. നമ്മുടെ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളെ അതേപോലെ നിലനിർത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. യാതൊരു ഏച്ചുകൂട്ടലുകളുമില്ലാതെ ഹംപിയെ അതേപടി നിലനിർത്താൻ സഹായിച്ച കാരന്തിനോട് നമ്മളെന്നും കടപ്പെട്ടിരിക്കുന്നു. ക്യൂൻസ് ബാത്തോടു കൂടി ഹംപിയിലെ യാത്ര ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 ദിവസത്തെ അവിസ്മരണീയമായ യാത്ര. ഹംപിയോട് മാത്രമല്ല കർണാടകത്തോടും വിട പറയുന്നു. ഇനി എൻ്റെ യാത്ര ഗോവൻ സംസ്ഥാനത്തിലൂടെ. സ്നേഹത്തോടെ പ്രസൂൺ ബാനർജി.